പക്ഷെ ഈ 81 വയസ്സായ പിണറായി വിജയൻ ഇപ്പോഴും അധികാരത്തിൽ ലഹരി കടിച്ചു തൂങ്ങി കിടക്കുന്നത് കൊണ്ട് നമുക്ക് റഹീമിനെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. റഹീം ആണെങ്കിൽ 46 വയസ്സൊക്കെ കഴിഞ്ഞെന്ന് പറയുന്നത്, എങ്കിലും ഡിവൈഎഫ്ഐയുടെ യുവ നേതാവാണ്. നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പോഴും യുവ നേതാവാണെന്ന് പറയുന്നത് പോലെയാണ്, യുവ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഭാവി യുവ പ്രധാനമന്ത്രി. അതുപോലെയാണ് നമ്മുടെ റഹീം. ഇപ്പൊ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ റഹീമിനെതിരെ രൂക്ഷ വിമർശനം. ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം പട്ടിച്ചോ. ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐ, വേറെ ഒന്നും ഇവരെ കൊണ്ട് ഒരു ഗുണവുമില്ല. അതുകൊണ്ട് നേതൃമാറ്റം വരണം, കൃത്യമായി യുവാക്കൾ ഡിവൈഎഫ്ഐയിലേക്ക് വരണം, ഇതൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു സത്യമല്ലേ? പിണറായിക്കെതിരെ പറഞ്ഞിട്ടും അണികൾ ഒന്നടങ്കം മറുപടിയായി തോറ്റു തുന്നം പാടിച്ചിട്ടും പഠിച്ചില്ല. അപ്പൊ ഈ ഡിവൈഎഫ്ഐ ഈ ജില്ലാ സമ്മേളനത്തിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ മാറ്റം വരുമോ? ഇല്ല, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ മാത്രമായിട്ട് മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അത് എളുപ്പമല്ല. ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയാണല്ലോ. CPM-ലേക്ക് ആളെ വേണമെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികളിൽ പെട്ടതാണ്. തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ യുവാക്കളുടെ ചോരത്തിളപ്പുള്ള കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള വഴികളിൽ ഒന്നാണ്. അതാണ് ഈ വർഗ ബഹുജന സംഘടനകൾ എന്ന് പറയാം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ NGO യൂണിയനിൽ ചേരും, അധ്യാപകരാണെങ്കിൽ KSTAയിൽ ചേരും, യുവാക്കൾ ഡിവൈഎഫ്ഐയിൽ ചേരും, അങ്ങനെയാണല്ലോ. വിദ്യാർത്ഥികൾ SFIയിൽ ചേരും. അവരിലൂടെയൊക്കെ ക്രമേണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവേശം ആളുകളിൽ എത്തിക്കുകയും സാധാരണ തൊഴിലാളികൾ CITU-കാരായിരിക്കും. അങ്ങനെ അവരെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പഠിപ്പിച്ചിട്ട് ആണല്ലോ CPM ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത CPM ആണ് അടപടലം തകർന്നു പോയത്. ഇപ്പോ ഡിവൈഎഫ്ഐയിലൂടെയാണ്, തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐയിലൂടെയാണ് പുതിയ ചെറുപ്പക്കാർ CPM-ലേക്ക് വരേണ്ടത്. അങ്ങനെ വരണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്ന്, CPM-ലേക്ക് വരണമെങ്കിൽ CPM-ൽ ഡിവൈഎഫ്ഐയിലേക്ക് പണ്ടൊക്കെ എങ്ങനെ ആളുകൾ ചേർന്നിരുന്നു? ആളുകളുടെ ആകർഷണം എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം SFIയിലും ഡിവൈഎഫ്ഐയിലും ഉള്ള കുട്ടികൾ ചെല്ലുക. എങ്ങനെ ചെല്ലുക? ഒന്നാമത്തെ കാര്യം, ആകർഷകമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായ മുദ്രാവാക്യങ്ങൾ, വ്യത്യസ്തമായ താളത്തിൽ വളരെ ആകർഷകമായിട്ട് മുദ്രാവാക്യം വിളിക്കും. രണ്ട്, കുട്ടികളോട് വളരെ സ്നേഹത്തോടെയും പ്രണയത്തോടെയും ഒക്കെ പെരുമാറും. ഗംഭീരമായ പെരുമാറ്റം. മൂന്നാമത്തെ കാര്യം, അങ്ങനെ ഏത് ഡിവൈഎഫ്ഐ നേതാവിനെയും ഏത് SFIക്കാരനെയും കണ്ടാൽ ആളുകൾക്കൊരു ബഹുമാനം തോന്നും. ഞങ്ങളെയൊക്കെ കാലത്ത് SFI നേതാവ് ആരാന്നറിയോ? സുരേഷ് കുറുപ്പും ഇപ്പോഴത്തെ മന്ത്രി എന്താണ്, നമ്മുടെ ഗതാഗത മന്ത്രി CP ജോണുമാണ് അക്കാലത്തെ. ഒരാൾ പ്രസിഡന്റും മറ്റേയാൾ സെക്രട്ടറി. അല്ല, അവരൊക്കെ അന്ന് അവർ പറയുന്നതിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവും, പുതിയ ഭാഷ ഉണ്ടാവും, പുതിയ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ പുതിയ ലോകത്തെക്കുറിച്ച് അറിയും. അതാണ് അവരെ പ്രഭാഷണങ്ങൾക്ക് പോലും ഒരു പുതുമയുണ്ട്. അങ്ങനെയാണ് ആളുകൾ ആകർഷിക്കപ്പെടുക. ഈ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ മുദ്രാവാക്യം പോലെ അല്ല അവരുടെ പ്രസംഗങ്ങൾ വ്യത്യസ്തമായ. അപ്പോൾ അവരുടെ വാക്കും നോക്കും, വേഷം, പെരുമാറ്റം ഒക്കെ വ്യത്യസ്തമായിരിക്കും. പുതിയ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവും. അവരുടെ ഉള്ളിൽ പുതിയ സ്വപ്നങ്ങൾ നിറയും. മാത്രമല്ല, ക്യാമ്പസിലൊക്കെ ഓർമ്മയുണ്ട്, പഴയ SFIക്കാർ സഖാവേ എന്ന പാട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ എന്താണ്, നീ എന്താ ജയിലിൽ നിന്ന് വരും സഖാവേ, കൊല്ലപ്പരീക്ഷയ്ക്ക് നേരമായല്ലോ എന്ന് പറയുന്നില്ലേ? അതൊക്കെ ഒരു കാലഘട്ടത്തിലെ ക്യാമ്പസിന്റെ ജീവനാ. ഈ സഖാക്കൾ തമ്മിലുള്ള പ്രണയം, എന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റാതെ ഒരു സഖാവ് ജയിലിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അതൊരു കൃത്യമായ, ഞാൻ പറയുന്ന അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. വേറൊന്ന്, കൊല്ലപ്പരീക്ഷ എത്താറായി സഖാവേ, കൊല്ലം മുഴുവൻ ജയിലിലാണോ? അത് തന്നെ. അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയാ. ഇന്നിപ്പോ അങ്ങനെ ഒരു മുദ്രാവാക്യം, അങ്ങനെ ഒരു പാട്ട്, അങ്ങനെ ഒരു കവിത, അങ്ങനെ ഒരു ജീവിതം ഇവിടെ. SFIക്കാർ കാണിക്കുന്ന മാതൃക എന്താ? പ്രിൻസിപ്പലിനെ പോയി തല്ലുക, കസേര എടുത്ത് കത്തിക്കുക, റീത്ത് വെക്കുക. അങ്ങനെ ആയിരുന്നില്ല. ഓരോ SFIക്കാരനോടും ക്യാമ്പസിലെ അധ്യാപകർക്കും നമുക്കറിയാവുന്നതാണ്, അധ്യാപകർക്കും ഒക്കെ ബഹുമാനം. പക്ഷെ ഞാൻ പഠിച്ചത് ഒരു NSSന്റെ കോളേജിലാണ്, വിമൻസ് കോളേജിലാണ്. ഞാൻ ജനിച്ചു വന്നപ്പോഴേ കണ്ട രാഷ്ട്രീയം വേറെയാണ്. അപ്പൊ ഞാൻ ഈ കോളേജിലേക്ക് വന്നപ്പോൾ അവിടെ നികിത എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവരായിരുന്നു SFIയുടെ അവിടത്തെ മെയിൻ ആള്. അപ്പോ ആ ചേച്ചി വിളിക്കുന്ന മുദ്രാവാക്യങ്ങളും അവരുടെ പ്രസംഗവും ഒക്കെ കേട്ട് ഞാനത് SFIക്കാരിയായി ഒറ്റ ദിവസത്തേക്കാണ്. അതോടുകൂടി നമ്മുടെ സ്പീക്കറായിരുന്ന കാർത്തികേയൻ സാറിന്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ പഠിക്കാനാണ് വരുന്നത്, പാർട്ടി വളർത്താനല്ല, ഇനി പോയാ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചിട്ടുണ്ട്. അതോടെ ഒറ്റ ദിവസത്തെ. പക്ഷെ പിന്നീട് എനിക്ക് ആ ചേച്ചിയോട് ഭയങ്കര ആരാധനയായിരുന്നു. കാരണം എവിടെ പ്രസംഗിച്ചാലും ഞാൻ ചെന്നൊക്കെ കേട്ടോണ്ട് നിൽക്കും.
അത്രമാത്രം സ്ത്രീയാണ് അവര്. നിന്നെ SFI രക്ഷപ്പെടുത്തിയവരാണ്. അതിന് നന്ദി. അതെ, ചുരുക്കം. തീർച്ചയായിട്ടും അത് ഓർക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറയുന്നത് മുദ്രാവാക്യങ്ങൾ വേണം, സമരങ്ങൾ വേണം, സത്യസന്ധത വേണം, നിഷ്കളങ്കത വേണം, ധീരത വേണം. അതുപോലെ തന്നെ പഠിക്കാനും മിടുക്കന്മാരായിരിക്കും ഇവര്, മോശക്കാരനൊന്നുമല്ല. റാങ്കുകളും ഒക്കെ അവർക്ക് പഴയ കാലത്തെ SFI നേതാക്കന്മാർക്കും ഒക്കെ അങ്ങനെയാണ്. അപ്പോ എല്ലാത്തിലും മുന്തി നിന്നിരുന്ന ഒരു കാലത്ത് നിന്ന് ഒന്നാലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇപ്പൊ ഈ AA റഹീം ആണ് നമ്മളിപ്പോ, അതാണല്ലോ അദ്ദേഹമുള്ള കഥാപാത്രം. എങ്ങനെ അദ്ദേഹത്തിന് വിമർശനം വരാതിരിക്കുന്നത്? എന്താ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്? അദ്ദേഹത്തിന് ഇപ്പൊ പിണറായി വിജയൻ ഔദാര്യം പോലെ അദ്ദേഹത്തെ കൊണ്ടുപോയി പിണറായിയുടെ കൂടെ നിന്നതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി രാജ്യസഭയിൽ MP ആക്കി എന്നുള്ളത് ഒഴിച്ചാൽ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവിന്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് കാണുന്നുണ്ടോ? വിമർശനം വരും, സ്വാഭാവികമായിട്ടും വിമർശനം വരും. അത് മാത്രമല്ല, ഇവരുടെയൊക്കെ കാലത്ത് എന്ത് ഗുണമുണ്ടായി? ഇപ്പൊ ഇവരൊക്കെ MP MLA ആക്കിയല്ലോ. പണ്ട് പാർട്ടി എന്താ ചെയ്യാന്നറിയാം? MP MLA ആക്കുന്നവർക്ക് പാർട്ടി പണി കൊടുക്കും. എന്താ പണി? ഈ MLA MP ആനുകൂല്യം ഉപയോഗിച്ചിട്ട് പാർട്ടി ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോയി പാർട്ടി ഉണ്ടാക്കുക. ഇപ്പൊ കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും അല്ല MP മാരുണ്ടായിരുന്നുള്ളൂ, മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇവരുടെ ആനുകൂല്യം ഉപയോഗിച്ചു. കാരണം ഒരു MP ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാം ഫ്രീ ആയിട്ട്. അപ്പൊ ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പാർട്ടി ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോയി പാവങ്ങളെ സംഘടിപ്പിച്ച് മുദ്രാവാക്യം വിളിപ്പിച്ചത് യൂണിയൻ ഉണ്ടാക്കി പാർട്ടി ഉണ്ടാക്കുന്ന പണി ആരാപ്പോ ചെയ്യണത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് കിട്ടുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഉണ്ടല്ലോ, അതില് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി പാർട്ടി കൊടുക്കുകയായിരുന്നില്ലേ ചെയ്തിരുന്നത്? ഇപ്പൊ എത്ര പേര് കൊടുക്കും? അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇത് നശിക്കുന്നത്. ചുരുക്കത്തിൽ അതൊക്കെ ഓക്കെ. സത്യസന്ധമായി ജനങ്ങളോട് നേര് പറയുന്നുണ്ടോ? ഇന്ത്യൻ വിപ്ലവം, ഞങ്ങൾ വിപ്ലവ പാർട്ടിയാന്നല്ലേ പറയാ? എന്താ വിപ്ലവ പാർട്ടി എന്ന് പറഞ്ഞ അർത്ഥം? ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണകൂടത്തെ അട്ടിമറിച്ച് നിരന്തരമായ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഇവിടെ ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാക്കണം. അതിനാണല്ലോ വിപ്ലവം എന്ന് പറയുക. തൊഴിലാളി വർഗ സർവാധിപത്യം നടപ്പാക്കണം. അങ്ങനെ ഒരു വിപ്ലവ ലക്ഷ്യം ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? DYFIക്ക് ഉണ്ടോ? CPM-നുണ്ടോ? അത് ഇല്ലാന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ട് കുറെ കാലമായി. പക്ഷെ ഇപ്പോഴും ജനങ്ങളോട് നേര് പറയുമോ? നമ്മൾ അതൊക്കെ മാറ്റിയിട്ടോ. നമ്മൾ ഇനി കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയാണ്. എങ്ങനെയെങ്കിലും വോട്ട് ബാങ്ക് ഉറപ്പിച്ച് അധികാരത്തിൽ എത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. എന്നിട്ട് പരമാവധി നമ്മളെ കൊണ്ടാവുന്ന വിധം ഭരിക്കും. അതിൽ വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഗുണകരമായത് ഭരിക്കും. അങ്ങനെ പറയുന്നുണ്ടോ? ഇന്നിപ്പോ ഇടതുപക്ഷത്തിന്റെ ഭരണവും UDF LDF തമ്മിൽ ഭരണത്തിൽ എന്താ വ്യത്യാസമുള്ളത്? അവർ ഇന്നലെ നടപ്പാക്കിയത് ഇന്ന് നടപ്പാക്കും. എന്താ വ്യത്യാസമുള്ളത്? ഭരണത്തിൽ ഞങ്ങൾ വേറിട്ട് ഭരിക്കുന്നു എന്ന് കാണിക്കുന്ന എന്ത് അടയാളമാണ് കാണിച്ചു കൊടുക്കാനുള്ളത്? ഇടതും വലതും തമ്മിലുള്ള അതിർത്തി എപ്പോഴോ മാഞ്ഞു പോയിട്ടില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ പിണറായി വിജയൻ ഭരിക്കുന്നതിനേക്കാൾ 100 വട്ടം ഭേദമല്ലേ സതീശൻ ഭരിച്ചാലെന്ന് ജനങ്ങൾക്ക് തോന്നൂലേ? തീർച്ചയായിട്ടും. എന്താ സംശയമുള്ളത്? ഇവർ പറയുന്നത് മോദി ഏകാധിപതിയാണ്. ഒരു നിമിഷ നേരം ജനങ്ങൾക്കൊന്ന് സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു നോക്കൂ. നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് എങ്ങാനും പിണറായി വിജയനെ കൊണ്ടുപോയി ഇരുത്തിയാൽ ഇന്ത്യ എത്ര ദിവസം ബാക്കിയുണ്ടാവും? ഇതാ വ്യത്യാസം. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു മാതൃകയില്ല. രണ്ടാമത്തെ കാര്യം, അവസാനമായി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് കുട്ടികൾ ചോദിക്കുന്നത്, പുതിയ കുട്ടികൾ പ്രത്യേകിച്ച് SFIക്കാരായാലും DYFIക്കാരായാലും ഒക്കെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്ക് വിളിക്കാൻ മുദ്രാവാക്യമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. കാരണം ഇൻക്ലാബ് സിന്ദാബാദ് നിങ്ങൾ വിളിക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് നയിക്കാൻ നേതാവുണ്ടോ എന്ന് ഞങ്ങളും ചോദിക്കുന്നില്ല. കാരണം കുറെ എണ്ണത്തിന് നമ്മൾ കുപ്പായിട്ട് രാവിലെ കാണുന്നുണ്ട്, മീഡിയയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്, മാധ്യമങ്ങളിലൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഒറ്റ ചോദ്യമേ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ, ജീവിതത്തിൽ വിശ്വസിച്ച് പിന്തുടരാൻ പറ്റിയ ഒരു കാൽപ്പാടുണ്ടോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാതൃകയുണ്ടോ? ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരാൻ ഞങ്ങൾക്ക് മാതൃകയാക്കാൻ ഒരു ജീവിതമുണ്ടോ? എന്താ ജീവിതം? നിഷ്കളങ്കമായി ജീവിക്കുക, സത്യസന്ധമായിട്ട് ജീവിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, ലളിതമായി ജീവിക്കുക. ഞാൻ എന്താ ലളിതമായി ജീവിക്കുക? ലളിത ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ നാട്ടിലെ പരമദരിദ്രനായ മനുഷ്യൻ ആരോ അവന് ജീവിക്കാൻ സാധിക്കുന്ന സൗകര്യങ്ങളിൽ ഞാനും ജീവിക്കുക. പറ്റുമോ? ദരിദ്ര ജനകോടികൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പഠിക്കുന്നവനാ ലളിത ജീവിതം എന്ന് പറയാ. A റഹീമിനോടോ M സ്വരാജിനോടോ ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് അങ്ങനെ പറ്റുമോന്ന്.
ഇപ്പോൾ ആരെങ്കിലും പാർട്ടി ഓഫീസിലെ പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന എത്ര പേരുണ്ട്? വേണ്ടി വന്നാൽ ബസ് സ്റ്റാൻഡിലെ കടത്തണ്ണയിൽ കിടന്നുറങ്ങാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? അങ്ങനെ ജീവിക്കുന്നവനല്ലേ ഇവിടുത്തെ സാധാരണക്കാരൻ? അവന്റെ ജീവിതം മതിയോ? ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവൻ എത്ര പേരുണ്ട്? പട്ടിണി കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന കർഷകർ എത്രയുണ്ട്? അപ്പൊ ചോദ്യം ഇതാണ്, ലളിത ജീവിതം എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? 2, നിങ്ങളുടെ വരവും ചെലവും തമ്മിൽ വല്ല ഒക്കുന്നുണ്ടോ? നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരാണല്ലോ. നിങ്ങൾക്ക് കിട്ടിയ വരുമാനം എത്രയാണ്? കഴിഞ്ഞൊരു 10 കൊല്ലത്തെ കണക്കെടുത്തോളൂ. പിണറായി വിജയൻ ഭരിച്ച കാലത്തെ 10 കൊല്ലം നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടി? എന്നാൽ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയതിന്റെ കണക്ക് എത്രയാണ്? നിങ്ങൾ ആഡംബര ജീവിതത്തിന് വേണ്ടി ചെലവഴിച്ചത് എത്രയാണ്? ഇത് വരവും ചെലവും തമ്മിൽ എന്താ ഒക്കാത്തത്? ഇതൊക്കെ ജനം ചോദിക്കും. അതുകൊണ്ട് വിമർശനം വരും. കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മാത്രമല്ല, റഹീമിനെ പോലുള്ളവർ. ഇതിൻ്റെയൊക്കെ പുറമെയാണ് അപമാനം. പുതിയ തലമുറ അങ്ങേയറ്റം അഭ്യസ്ത വിദ്യരായ തലമുറ, ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഗംഭീരമായി സംസാരിക്കുന്ന തലമുറ, അവരുടെ നേതാവായി ആരാധിച്ചു കൊണ്ടു നടക്കുന്ന ഒരുത്തൻ വാ തുറന്നാൽ മാനക്കേട. അതായത് പിണറായിയെ സഹാക്കൾ അടിച്ചു പുറത്താക്കിയതുപോലെ റഹീമിനെയും പുറത്താക്കും. അതിന് മുമ്പേ പുറത്താക്കണ്ടേ? അത് ഉറപ്പല്ലേ തീർച്ചയായിട്ടും പുറത്താവുന്നുള്ളത്. അതാണ് സംഭവിക്കുക. അതുകൊണ്ട് ഇതിലൊന്നും അത്ഭുതപ്പെട്ടൊരു കാര്യമില്ല. ഇത് CPM-ന്റെ പതനം പൂർണ്ണമാകുമ്പോൾ താനേ ഇല്ലാതാകുന്ന മൂവ്മെന്റുകളിൽ പെട്ടതാണ് ഇതൊക്കെ, DYFI ഒക്കെ തീർച്ചയായിട്ടും.